ഹലോ, എന്താണ് ഗീവയുടെ റിസൾട്ടൊക്കെ അറിയണ്ടേ എല്ലാവർക്കും? അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് തിരഞ്ഞെടുത്തൊരു സംഭവമാണ് കേട്ടോ. ഒത്തിരി ആളുകൾ വീഡിയോ കണ്ടിട്ടുണ്ട്, ഏകദേശം 1.4K. എനിക്ക് അത് വളരെ വലിയൊരു നമ്പറാണ് കേട്ടോ. സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി വരുന്നേ ഉള്ളൂ എനിക്കധികം. അപ്പോൾ ഒത്തിരി ആളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്റ്റാറ്റസ് എനിക്ക് അയച്ചു തന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം 36 പേരാറ്റയാണ് അയച്ചു തന്നത്. പക്ഷേ ഈ 36 എന്ന് പറയുന്നത് വലിയൊരു നമ്പർ തന്നെയാണ്. 36 പേരിൽ നിന്നാണ് ഒരാൾക്ക് സമ്മാനം കിട്ടുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് മത്സര വീഡിയോ അതുപോലെ ഗീവ് അവേ ഒക്കെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യാൻ പറയാൻ മറന്നു പോകും. നിങ്ങളിപ്പോൾ ആൻസർ എഴുതി ഇടുമ്പോഴോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുമ്പോഴോ പേരയക്കൂ എന്ന് പറയാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടാവും. നിങ്ങളപ്പോൾ ഓർത്ത് പേരിട്ട് തരണം കേട്ടോ. നിങ്ങളുടെ പേര് അയച്ചു തരണം. അല്ലാതെ എനിക്ക് നറുക്കെടുപ്പിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് അയച്ചു. ഇപ്പോൾ ഒരു 36 പേര് അയച്ചോ എന്നിരിക്കട്ടെ, അതിലൊരു 10 പേരാണ് അവരുടെ പേര് ഉൾപ്പെടെ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരോടും ഞാൻ എക്സ്ട്രാ നെയിം ചോദിക്കുകയാണ് ചെയ്തത്. കുറച്ച് പേരുടെയൊക്കെ 12 മണിക്ക് ശേഷമാണ് ഞാൻ നറുക്കെടുപ്പ് നടത്താൻ വേണ്ടി പേര് എഴുതിയെടുത്തത്. അപ്പോൾ ആ സമയത്ത് ഇല്ലാത്തവരെയൊക്കെ എനിക്ക് നമ്പർ സേവ് ചെയ്തിട്ട് അതിൽ കാണുന്ന നെയിമൊക്കെ വെച്ചിട്ടാണ് ഞാൻ നറുക്കെടുത്തത്. അവരുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ഞാൻ വിട്ടുപോയാലും പേര് അയക്കാതെ ഒന്നും ചെയ്യരുത്. ഇപ്പോൾ കമൻറ്റ് വഴിയുള്ള ആൻസർ പറയുന്നതാണെങ്കിൽ ആ കമൻറ്റിൽ ആൻസർ ഇട്ടിട്ട് നെയിം പറയണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വിജയിയെ തിരഞ്ഞെടുത്തതെന്ന് നോക്കാം. ഒത്തിരി പേര്, ഒരു 100 പേരൊക്കെ ഉണ്ടെങ്കിൽ എഴുതാൻ പാടാണല്ലോ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ കുഴപ്പമില്ല, 36 പേരുണ്ടായിരുന്നുള്ളൂ. ഞാനൊരു സമയം കണ്ടെത്തിയിരുന്ന് എഴുതിയെടുത്തു. അപ്പോൾ ഇതിനി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്കൊന്ന് 4ആയിട്ട് മടക്കി ഒന്ന് എടുക്കണം. എന്നിട്ട് വേണം നറുക്കെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കാണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയിലധികം ഞാൻ ആരാണ്, നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ആ ഗ്രൂപ്പിൽ പോലും ആരാണ് വിജയിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. നേരെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇടുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇനി അതെപ്പോഴും അപ്ലോഡായിട്ട് യൂട്യൂബിൽ പബ്ലിഷ് ആവണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇത് മടക്കി വയ്ക്കുകയാണ് കേട്ടോ. അതെ, നമ്മൾ 4ആയിട്ട് മടക്കിയിട്ട് പിന്നെ നടുക്കുന്ന ഒരു ഒടിവ് കണ്ടോ. അങ്ങനെയാണ്. ഇനി നമുക്കൊന്ന് ഈ മടക്കി വെച്ചിരിക്കുന്ന ഒന്ന് ഷഫിൾ ചെയ്ത് എടുക്കണം. ഇനി അതൊന്ന് ക്രമം തെറ്റിച്ച് അപ്പുറത്ത് കിടക്കുന്നതിന് ഇപ്പുറത്തിട്ട് എല്ലാം ഒന്ന് കൂട്ടി കലർത്തി എടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് കണ്ടോ എടുത്തിട്ട് ഒന്ന് കുലുക്കിയൊക്കെ ഒന്ന് എല്ലാം സെറ്റ് ചെയ്തെടുക്കുവാണ്. എൻ്റെ അനിയത്തി എടുത്തെടുത്ത് എൻ്റെ അനിയത്തിയെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കണ്ടോ ഒന്ന് കൂട്ടി കലർത്തി ഏകദേശം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് ഫോൾഡ് ചെയ്ത് ഇട്ടപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിച്ച് ഇട്ടത്. പിന്നെ അതൊന്നും കൂടി ഒന്ന് ഷഫിൾ ചെയ്ത് എടുക്കുവാണ്. നമുക്ക് നോക്കാം ആരാ വിജയിന്ന്. ഇത് ചെയ്യുന്ന സമയത്ത്, ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. ചെയ്യുന്ന സമയത്തും എനിക്ക് തന്നെ ഭയങ്കര ടെൻഷനാണ്. ആരാണ് കാരണം അത്ര അടിപൊളി റോസാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഞാൻ കൺഫ്യൂഷനിലാണ്, ഇതിൽ ഏതെടുക്കണം എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ്. പിന്നെ രണ്ടും കൽപ്പിച്ച് ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എടുക്കാൻ പോവാ കേട്ടോ. നിങ്ങൾ ഒന്ന് ശ്വാസമൊക്കെ അടക്കി പിടിച്ചോളൂ. ആളെ കിട്ടിയിട്ടുണ്ട്, വിജയി എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം ആരാണെന്ന്. പതുക്കെ തുറന്നു നോക്കുവാണ്. ഇതാണ് നമ്മുടെ ഗീവ് അവേയുടെ വിജയ് സൂര്യ എൻ. എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം എനിക്ക് തന്നെ ഞാൻ ഭയങ്കര ത്രില്ലിലാണ് ഈ ഒരു കാര്യം ചെയ്തത് തന്നെ. എനിക്ക് ആർക്ക് കിട്ടുമെന്നൊക്കെ ഓർത്ത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് പേരുകൾ തുറന്ന് കാണിക്കുവാണ്. നിങ്ങളുടെ എല്ലാം പേര് ഇതിലുണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് തുറക്കുവാണ്. അപ്പോൾ രണ്ടാമത് ഞാൻ എടുത്തത് സപ്നയാണ്. അപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഈശ്വരൻ എനിക്ക് കിട്ടേണ്ടതായിരുന്നു. ഞാനിപ്പോൾ സൈഡിൽ നിന്നായിട്ടൊരു പേര് എടുത്തത്. എനിക്കറിയില്ല ആ പേര് തന്നെ ആയിരുന്നോ, ഞാനൊരു രണ്ടാമത് എടുക്കുവാണെങ്കിൽ ആ പേര് തന്നെയാണെന്ന് അറിയില്ല. എന്തായാലും കിട്ടിയ ആൾ നല്ല ഭാഗ്യമുള്ള ആളാണ്. അത്രയും നല്ലൊരു റോസ് ട്രീ ആണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. നമുക്കിനി പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഗീവ് അവേയിൽ ഞാൻ കൊടുക്കുന്ന റോസ് ഏതാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. ഇതാണ് ആ വലിയ ട്രീ റോസ് കേട്ടോ. ഇത് നമ്മുടെ ഓറഞ്ച് ട്രീ റോസാണ്. നല്ല വലിപ്പമുള്ള പൂക്കളുണ്ടാകുന്ന ഓറഞ്ച് ട്രീ റോസാണ്. ഈ പ്ലാന്റ് തന്നെയാണ് വിന്നറിന് കൊടുക്കുന്നത്. വിന്നറിന് കൊടുക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി മാറ്റി വെച്ചേക്കുന്നതാണ്. പുതിയൊരു ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട്. ഒരുപാട് മുട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുവാണ്. വലിയ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല മണ്ണൊക്കെ വെച്ച് നല്ല രീതിയിലാണ് നമ്മളിത് പാക്ക് ചെയ്ത് അയക്കുള്ളൂ. കാരണം ഇതൊരു ഗിഫ്റ്റാണ്. എങ്ങനെയെങ്കിലും അവർക്ക് പിടിച്ച് കിട്ടണം എന്ന് ഒരുപാട് ആഗ്രഹത്തോടു കൂടി ഞാൻ നൽകുന്ന ഒരു സമ്മാനമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ബാക്കിയുള്ളവർക്കൊന്നും മണ്ണ് വെച്ച് കൊടുക്കില്ലെന്ന്. അങ്ങനെയല്ല, എല്ലാവർക്കും മണ്ണ് വെച്ച് തന്നെ അയക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ നല്ല അടിപൊളി പ്ലാന്റാണ്. എന്ത് ഫ്രഷായിട്ടാണ് നിൽക്കുന്നതെന്ന് നോക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ വിന്നറിന് കിട്ടിയിട്ടുള്ള അടിപൊളി ഓറഞ്ച് ട്രീ റോസ്.
നല്ല വലിപ്പമുള്ള റോസാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. നല്ല വലിപ്പമുള്ള റോസാണ്. ഇത് കിട്ടുന്ന ആൾക്ക് എന്തായാലും ഒരുപാട് സന്തോഷമാവും. ഇനി ഗീവ് അവേയിൽ സമ്മാനം അടിക്കാതിരുന്ന ആരും സങ്കടപ്പെടണ്ട. നമ്മുടെ ചാനലിൽ ഇനി ഓണമാണ് വരുന്നത്. ഒത്തിരി ഇതുപോലുള്ള മത്സര വീഡിയോ കൊണ്ടുവരുന്നുണ്ട്. ഗീവ് അവേ നമുക്ക് ട്രീ റോസ് ഒരുപാട് കിട്ടുവാണെങ്കിൽ അതിൽ നിന്നൊരു ട്രീ എല്ലാ പ്രാവശ്യവും ഇതുപോലെ ഗീവ് അവേയിൽ കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട. നമുക്കൊരു 5 റോസിൽ കൂടുതൽ ട്രീ റോസ് കയ്യിൽ വിൽപ്പനയ്ക്കായിട്ട് എത്തിക്കഴിഞ്ഞാൽ അതിലൊരു ട്രീ റോസ് നമ്മൾ ഗീവ് അവേ ആയിട്ട് വയ്ക്കും. ഇതാണ് നിങ്ങൾക്കുള്ള സന്തോഷകരമായ ഒരു വാർത്ത. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ മത്സരത്തിലോട്ട് പങ്കെടുക്കാം. ആരെങ്കിലും ഒരാൾക്ക് ഈ ഒരു റോസ് ട്രീ എന്തായാലും കിട്ടുന്നതാണ്. അപ്പോൾ ഗീവ് അവേ കിട്ടിയിട്ടുള്ള ആൾ ഉടനടി നമുക്ക് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അയച്ചു തരേണ്ടതാണ്. അതുപോലെ ഒത്തിരി വീഡിയോസായിട്ട് ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ വിന്നറിന് ഒരുപാട് ആശംസകൾ അറിയിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ഞാൻ ഈ വീഡിയോ നിർത്തുവാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.